ഞാൻ വടകര MP ആയ ശേഷം ആദ്യത്തെ പൊതുപരിപാടി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യത്തെ പൊതുപരിപാടി നിങ്ങളുടെ വൈബിലാണ് പങ്കെടുക്കുന്നത് എന്നുള്ളത് അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുക. ഇപ്പം നമ്മുടെ MLA ഇവിടെ സൂചിപ്പിച്ചു, വൈബിനെ പറ്റി സൂചിപ്പിച്ചു, ഒരു പോസിറ്റീവ് വൈബിനെ പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങൾക്ക് നൽകുന്ന അതേ പോസിറ്റിവിറ്റി ഒരു വിദ്യാർത്ഥി അല്ലെങ്കിലും ഒരു A+ അപ്പ വാങ്ങിയിട്ടില്ലായിരുന്നെങ്കിലും ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് തന്നത് നമ്മുടെ MLA ആയി. നിങ്ങൾ അറിയുന്ന കാര്യം തന്നെയാണ്. ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വടകരയിലെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ഞാൻ പോലും പ്രതീക്ഷിക്കാതെ, സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ലാത്തൊരു സമയത്ത് എന്നോട് വടകരയിൽ മത്സരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിളിച്ച 3 പേരിൽ ഒരാളുടെ പേര് KK രമ MLA എന്നുള്ളതായി. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ധൈര്യമായിട്ട് കയറി വരാനും ഇവിടെ ഒരുമിച്ച് മുന്നോട്ട് പോകാനും നൽകിയ ആത്മവിശ്വാസം, ആ ധൈര്യം, അത് തന്നെയാണ് ഇപ്പോൾ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ കുട്ടികൾക്ക് അവരുടെ MLA നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. ആദ്യമായി ഇത്തരമൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് ഇത്തരമൊരു പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ച് അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്ന വടകരയുടെ പ്രിയപ്പെട്ട MLAക്ക്, കേരള നിയമസഭയിലെ പതറാത്ത ശബ്ദത്തിൻ്റെ ഉടമയ്ക്ക് ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നേരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അത് ചെറിയ കാര്യമല്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരാളെ ഒരു നേരത്തേക്ക് സഹായിക്കാൻ വേണ്ടിയാണെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ടത് ഭക്ഷണമാണ്. ഒരു ദിവസത്തേക്ക് സഹായിക്കാനെങ്കിലും കൊടുക്കേണ്ടത് ഭക്ഷണമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിയാണെങ്കിലും കൊടുക്കേണ്ടത് ഭക്ഷണമാണ്. കുറച്ച് മാസങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിയാണെങ്കിൽ കൊടുക്കേണ്ടത് ചിലപ്പം അല്പം പണമാവാം. കുറച്ച് വർഷങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ചിലപ്പം ജോലിയാവും. ജീവിതകാലം മുഴുവൻ ഒരാളെ സഹായിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടത് വിദ്യാഭ്യാസത്തിനുള്ള പ്രോത്സാഹനമാണ്. അതാണ് വൈബിലൂടെ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നറിയുന്നതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട്, അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഒരു ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യം പങ്കെടുക്കുന്ന പൊതുപരിപാടികൾ ഏതെന്ന് ചോദിച്ചാൽ എനിക്ക് എക്കാലവും അഭിമാനത്തോടെ പറയാം, അത് വൈബിൻ്റെ വേദിയായിരുന്നു എന്നുള്ളത് എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഇന്നലെ T20 വേൾഡ് കപ്പിൽ നമ്മുടെ രാജ്യം വർഷങ്ങൾ നീണ്ട ട്രോഫി വരൾച്ച മാറ്റിവെച്ച് ഉജ്ജ്വലമായ വിജയം നേടിയിരിക്കുകയാണ്. ഇന്ത്യക്ക് T20 വേൾഡ് കപ്പ് നേടിത്തന്ന നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മുഴുവൻ പോരാളികൾക്കും വൈബിൻ്റെ പേരിലും വടകരയുടെ പേരിലും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നമ്മൾ നേടുകയാണ്. ഞാനത് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടെയുണ്ട്. അതിലൊരുപാട് മെസ്സേജ് നമ്മുടെ മുമ്പിൽ അടങ്ങിയിട്ടുണ്ട്. ആ ഒരു വിജയം നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് സക്സസിനെ അളക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് വിജയത്തെ മെഷർ ചെയ്യുന്നത്? ഈ വേദിയിൽ ഒരു ഉദാഹരണമുണ്ട്. ഈ ഇന്ത്യൻ ടീമിൻ്റെ വിജയത്തിനും ഒരു ഉദാഹരണമുണ്ട്. ഞാൻ ഇന്ത്യൻ ടീമിൻ്റെ വിജയത്തിലേക്ക് ആദ്യം വരാം. ഇന്ത്യ ഒരു ICCയുടെ ഒരു ട്രോഫി നേടിയിട്ട് ഏതാണ്ട് 13 വർഷം കഴിഞ്ഞു. 2011 വേൾഡ് കപ്പിന് ശേഷം ഇന്ത്യക്ക് ഒരു ICC ട്രോഫിയും നേടാൻ സാധിച്ചിട്ടില്ല. 15 വേൾഡ് കപ്പിൽ ഇന്ത്യ തോറ്റു, 13 T20 ഇന്ത്യ തോറ്റു. അതുപോലെ തന്നെ 22 24 ഒക്കെ ഇന്ത്യ ഫൈനലിലോ സെമിയിലോ ഒക്കെ പരാജയപ്പെടുന്നത് നിങ്ങൾ കണ്ടു. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് സക്സസിനെ മെഷർ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ രോഹിത് ശർമ്മയെ കപ്പടിച്ച കപ്പിത്താനെ ഹിറ്റ്മാനെ നമ്മൾ വാനോളം വാഴ്ത്തുന്നു. ഇപ്പം നമ്മൾ വിരാട് കോഹ്ലിയുടെ ഫൈനലിലെ ഇന്നിങ്സിനെ നമ്മൾ അത്ഭുതത്തോടെ വിസ്മയത്തോടെ അതിനെ സംബന്ധിച്ച് കവിത രചിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യകുമാർ യാദവിന്റെ ക്യാച്ചിനെ ബൗണ്ടറി ലൈനിൽ നിന്ന് കൈവിട്ടു പോകുമായിരുന്ന ട്രോഫിയെ തിരിച്ചു തന്നൊരു ക്യാച്ചിനെ നമ്മൾ ഭയങ്കര അതിശയോക്തികളുള്ള വിവരണം നമ്മൾ നൽകുന്നു. ഹാർദിക് പാണ്ഡ്യയുടെ 2 ഓവറുകളെ, ക്ലാസിനെയും മില്ലറെയും പുറത്താക്കിയ ഓവറുകളെ വളരെ അതിശയത്തോടെ നമ്മൾ സംസാരിക്കുന്നു. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയെ സംബന്ധിച്ചും നമ്മൾ വാഴ്ത്തിപ്പാടുകയാണ്. പക്ഷേ നമ്മൾ എങ്ങനെയാണ് സക്സസിനെ മെഷർ ചെയ്യുന്നത്? നമ്മൾ ഇന്നലെ അവരുടെ വിജയത്തെ, ഇന്നലെ അവർ നമുക്ക് വേണ്ടി നേടിയ ട്രോഫിയെ, ഇന്നലെ അവർ നേടിയ റൺസുകളെ, ഇപ്പം നമ്മുടെ നവമാധ്യമങ്ങളിലും മീഡിയയിലും അവർക്കുള്ള സ്പേസിനെ, അവർക്ക് കിട്ടുന്ന പണത്തെ, അങ്ങനെയാണ് നമ്മൾ ആ സക്സസിനെ മെഷർ ചെയ്യുന്നത്. ഒരാളുടെ സക്സസിനെ മെഷർ ചെയ്യേണ്ടത്, ഒരാളുടെ വിജയത്തെ നമ്മൾ അളക്കേണ്ടത് ഒരിക്കലും വിജയം കൊണ്ടുണ്ടാകുന്ന പേരിൻ്റെ പേരിലോ, വിജയം കൊണ്ടുണ്ടാകുന്ന പ്രശസ്തിയുടെ പേരിലോ, വിജയമുണ്ടാക്കുന്ന ഫെസിലിറ്റീസിൻ്റെ പേരിലോ, വിജയമുണ്ടാക്കുന്ന സാമ്പത്തികാവസ്ഥയുടെ പേരിലോ, ഫെയിമിൻ്റെ പേരിലോ ഒന്നുമല്ല.
ഒരാളുടെ വിജയത്തെ നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ അളക്കേണ്ടത് ദ സ്ട്രഗിൾസ് ബിഹൈൻഡ്. വിജയിക്കാൻ വേണ്ടി അവർ നടത്തിയ യാത്രയിലുള്ള പ്രയാസങ്ങളെയാണ് ഞാനും നിങ്ങളും നോക്കേണ്ടത്. ആ സ്ട്രഗിളിനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ ഒരു കാര്യം പറയാം, നെവർ എവർ എ സക്സസ് ഈസ് ആക്സിഡന്റൽ. വിജയം എന്ന് പറയുന്നത് ലോട്ടറി അടിക്കുന്നത് പോലെ ആകസ്മികമായി സംഭവിക്കുന്ന ഒന്നല്ല. അതിന്റെ പിന്നിലെ എഫേർട്ടുകൾ ഉണ്ടാകും. ഇന്നലെ T20യുടെ ചാമ്പ്യൻസ് ആണ്, പക്ഷെ 2011 മുതലുള്ള എല്ലാ മേജർ ചാമ്പ്യൻഷിപ്പിന്റെയും ഫൈനലിലോ സെമിയിലോ തോറ്റു പുറത്തായവരാണ്. ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായി വന്നിട്ട് ഈ പറയുന്ന നോക്കൌട്ടിലൊന്നും കിടക്കാതെ തോറ്റുപോയ ക്യാപ്റ്റനാണ്. അയാളുടെ നവമാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും അപഹരിച്ചു. അയാൾ രോഹിത് ശർമ്മയുടെ ആളുകളായ പലരും അപ്പുറത്തും ഇപ്പുറത്തും അപഹരിച്ചു. പക്ഷെ അയാൾ വേൾഡ് കപ്പിന്റെ ഒരു ഫൈനൽ സ്റ്റേജ് വന്നപ്പോൾ ക്ലാസിനെ പുറത്താക്കിയ ബോൾ, മില്ലറെ പുറത്താക്കിയ ബോൾ, ആ സ്ട്രഗിളും പരാജയവും, അയാളുടെ പരാജയ രീതിയിലൂടെ നവമാധ്യമങ്ങളിലൂടെ ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നിടത്തു നിന്ന് അയാൾ രാജ്യത്തിന് വേണ്ടി പെർഫോം ചെയ്യാൻ വേണ്ടി നടത്തിയ തിരിച്ചുവരവ്. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യക്ക് ഒരു മേജർ ട്രോഫിയും ഇല്ലായിരുന്നു. ഇന്നലെ കൈവിട്ടു പോകുമായിരുന്ന ഒരു മത്സരത്തെ ബുംറയെ ഓവർ ഏൽപ്പിച്ചിട്ട് അയാളെ തിരിച്ചു പിടിക്കുമ്പോൾ അയാൾ ക്യാപ്റ്റൻസിന് വാഴ്ത്തിപ്പാടുമ്പോൾ പരാജയപ്പെട്ട ഒരുപാട് മത്സരങ്ങളിൽ അയാൾ വിമർശനങ്ങളുടെ കൂരമ്പുകൾ ഏറ്റെടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കാം, വിരാട് കോഹ്ലി ഈ ടൂർണമെന്റിന്റെ ഒരു ഘട്ടത്തിലും ഫോമായിട്ടില്ലായിരുന്നു. അയാൾക്ക് കൊടുക്കുന്ന അവസരങ്ങളിൽ നിന്ന് അയാളെ മാറ്റി നിർത്തണമെന്ന് പോലും ആളുകൾ പറഞ്ഞിരുന്നിടത്ത് ഫൈനൽ വന്നപ്പോൾ ഒരു വലിയ ക്യാൻവാസ്, ഒരു വലിയ വേദി വന്നപ്പോൾ ഇന്നലത്തെ ഫൈനലിന്റെ മാൻ ഓഫ് ദ മാച്ച് ആയിട്ട് മാറി 59 ബോളിൽ 76 റണ്ണെടുത്ത് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കാൻ വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞു. നിങ്ങൾ എവിടെയാണ് സക്സസിനെ മെഷർ ചെയ്യുന്നത്? സക്സസിനെ മെഷർ ചെയ്യേണ്ടതായ 76 റണ്ണിൽ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഉണ്ടായ അയാളുടെ പരാജയങ്ങളിൽ നിന്ന്, അയാളുടെ തിരിച്ചടികളിൽ നിന്ന് എങ്ങനെയാണ് അവർ തിരിച്ചു വന്നതെന്നാണ്. ദിസ് ഇസ് ഓൾ അബൌട്ട് ലൈഫ്. ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സ്മൂത്തായ ഒരു പാതയായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ ഇന്ന് A+ നേടി, നിങ്ങൾ ഇന്ന് നല്ല മാർക്ക് വാങ്ങി ഇവിടെ വന്ന് നിൽക്കുക. അതൊക്കെ നേടുമ്പോഴും അതിന്റെ പിന്നിലെ എഫേർട്ടിനെയാണ് ഇവിടെ ആദരിക്കുന്നത്. അതാണ് ഇവിടെ MLA സൂചിപ്പിച്ചത്. ഒരു A+ കുറഞ്ഞവരോ 2 A+ കുറഞ്ഞവരോ മോശക്കാരായിട്ടല്ല നമ്മൾ കാണുന്നത്. നമ്മൾ ഇനിയുമുള്ള ആളുകൾക്ക് അതുപോലെ നിങ്ങൾ നേടിയതുപോലെ റിസൾട്ട് നേടാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനം എന്ന നിലക്ക് കൂടിയാണ് ഈ പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പം എപ്പോഴും സക്സസിനെ കാണുമ്പോൾ അതിന്റെ പിന്നിലെ സ്ട്രഗിളിനെ കാണും. ഡിഗ്രി കഴിയുമ്പോൾ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ? അതെ, മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം. മഹാരാജാസ് കോളേജ്, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര. ഞാൻ ഈ വേദിയിൽ ഒരു എക്സാമ്പിൾ കൂടി പറയാനുള്ളതാണ്. നമ്മുടെ മുമ്പിലിരിക്കുന്ന MLA ആരാണ്? നിങ്ങൾ അവരുടെ രാഷ്ട്രീയത്തോട് യോജിക്കാം, അവരുടെ രാഷ്ട്രീയത്തോട് വിയോജിക്കാം. അത് നമുക്ക് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ അവാർഡ് വാങ്ങുന്ന മുഴുവൻ ആളുകളും MLA രാഷ്ട്രീയത്തോട് യോജിപ്പുള്ളവരായിരിക്കരുത്. അതിനോട് വിയോജിപ്പുള്ള ആളുകളും ഉണ്ടാവണം. അതിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളും ഉണ്ടാവണം. അഭിപ്രായ വ്യത്യാസമുള്ളവരെ കൂടെ ഉൾക്കൊള്ളുന്ന ഒരു സ്പേസിനെയാണ് ഇന്ത്യ മഹാരാജ്യം ജനാധിപത്യം എന്ന് വിളിക്കുന്നത് എന്ന് എനിക്കും നിങ്ങൾക്കും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യവുമാണ്. അപ്പൊ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ബട്ട് ലുക്ക് അറ്റ് പേഴ്സണൽ ലൈഫ്, വ്യക്തി ജീവിതത്തിലേക്ക് നോക്കുക. ഒരാളുടെ ലൈഫിൽ ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാവുന്ന, ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടാവുന്ന ട്വിസ്റ്റുകൾ ആ ജീവിതത്തെ എങ്ങനെ അതിജീവിച്ചു എന്നത് നോക്കുക. ഇപ്പൊ MLA ആണ്, ആ പദവിയുണ്ട്, അസംബ്ലിയിൽ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ബട്ട് ഇയേഴ്സ് ബാക്ക്, റോളിംഗ് ബാക്ക്, കുറച്ച് വർഷങ്ങൾ പുറകോട്ട് നയിച്ചാൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളിനെ, ജീവിതത്തിലെ എല്ലാമെല്ലാമാണെന്ന് കരുതിയ ഒരാളിനെ ഒരു വേട്ടയാടപ്പെട്ട അല്ലെങ്കിൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മരണത്തിന്റെ ഒടുവിൽ, ആ മരണത്തിന്റെ ഒടുവിലും പൊതുപ്രവർത്തനത്തിന്റെ രംഗത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച ധീരയായ ഒരു വനിതയാണ് ഇന്ന് വടകരയുടെ MLA ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ളത് ആ കഴിവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നതാണ്. അപ്പൊ പരാജയങ്ങൾ ഉണ്ടാവും ലൈഫിൽ, തിരിച്ചടികൾ ഉണ്ടാവും ലൈഫിൽ, സെറ്റ് ബാക്കുകൾ ഉണ്ടാവും ലൈഫിൽ. Give 10% of marks for what happens to you and give 90% of marks how you react to it. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾക്ക് 10% മാർക്ക് നൽകുക. ആ ഉണ്ടാവുന്ന സംഭവങ്ങളോടുള്ള നിങ്ങളുടെ റെസ്പോൺസിന്, നിങ്ങളുടെ റിയാക്ഷൻസിന് നിങ്ങൾ 90% മാർക്ക് നൽകുക. ആ റിയാക്ഷൻസും റെസ്പോൺസുമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അതിനാണ് വൈബ് ഈ പ്ലാറ്റ്ഫോമുകളിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്റ്റേ അലേർട്ട്, സ്റ്റേ പോസിറ്റീവ്. ഇപ്പൊ പറഞ്ഞു, ടെക്സ്റ്റ് ബുക്കിനും നിങ്ങളുടെ ബുക്ക് ഇഷ്ടമുള്ളതിനും അപ്പുറത്തുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവുകൂടെ ഉണ്ടായിരിക്കണമെന്ന്. നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെന്റിന്റെ ഇന്ന് കേരളത്തിൽ പാസ്സായവരുടെ എണ്ണം കുറവേ അല്ല, A+കാരുടെ എണ്ണവും കുറവല്ല.
പണ്ട് ശ്രീനിവാസൻ ഒരു സിനിമയിൽ പറഞ്ഞ കേരളത്തിൽ തേങ്ങയേക്കാൾ കൂടുതൽ ബിരുദധാരികളാണുള്ളത് എന്ന് പറഞ്ഞത് അന്ന് നമ്മൾ തമാശക്ക് കേട്ട് ചിരിച്ചതാണ്. ഇപ്പൊ അത് യാഥാർത്ഥ്യത്തിനേക്കാളും വലിയ ഒരു സംഭവമായിട്ട് നിൽക്കുന്നു. ഫുൾ A+ വാങ്ങിയ ഒരു കുട്ടിക്ക് സീറ്റ് കിട്ടുന്നില്ലാത്ത അവസ്ഥയിൽ പരാതി പറയേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ തിരിച്ചറിയുക, ഓപ്പർച്യൂണിറ്റീസിൽ കാത്തു നിൽക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. ഹൗ ടു മേക്ക് യുവർ സെൽഫ് കോമ്പറ്റീറ്റീവ്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ സ്കിൽസിൽ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യണം. നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റും അലോൺ വോണ്ട് ഹെൽപ്പ് യു. അതിനപ്പുറത്തേക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങളുടെ പാഷൻ നിങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറാവുമ്പോഴാണ് വിജയം ഉണ്ടാകുന്നത്. പണ്ടൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കാൻ മാത്രം ആളുകൾ പറഞ്ഞിരുന്നു. ഇന്ന് ഇഷ്ടപ്പെട്ടു കൂടെ പഠിച്ചാലേ കഷ്ടപ്പാടിന് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഈ കാലം നമ്മളോട് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്, നിങ്ങളുടെ ചോയ്സ് എന്താണ്, അത് നിങ്ങളോടാണ് സംസാരിക്കുന്നത്. രക്ഷിതാക്കളും തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ കുട്ടിയെ മെഡിസിൻ അയക്കാൻ നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നതോ എഞ്ചിനീയറിംഗ് തന്നെ എടുക്കണമെന്ന് നമ്മുടെ ആഗ്രഹം അടിച്ചേൽപ്പിക്കുന്നതിനോ പകരം ആ കുട്ടിയുടെ കഴിവ് എന്തിനാണ്, ആ കുട്ടിയുടെ പാഷൻ എന്തിനാണ് എന്നുകൂടെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചാൽ ഒരു പക്ഷേ ഇഷ്ടമില്ലാത്ത ഡോക്ടർ ആവുന്നതിനേക്കാളും നല്ലത് ഇഷ്ടമുള്ള ഒരു ചിത്രകാരിയോ ചിത്രകാരനോ ആവുന്നതായിരിക്കും ഈ കാലഘട്ടത്തിലെ സ്കിൽ എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയും. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ. സൂപ്പർ ഹീറോ സിനിമകൾ എങ്ങനെയാണ് ഇതിനു മുമ്പ് പുറത്തു വന്നത്? സൂപ്പർ ഹീറോ സിനിമകളുടെ വേഷം എന്തായാലും, സൂപ്പർ ഹീറോ സിനിമകളിലെ സൂപ്പർമാന്റെ വേഷം എന്താണ്, ബാറ്റ്മാന്റെ വേഷം എന്താണ്, അവഞ്ചേഴ്സിലെ നായകന്റെ വേഷം എന്താണ്, ക്യാപ്റ്റൻ അമേരിക്ക സീരീസിലേക്ക് ആളുകളുടെ വേഷം എന്താണ്? സൂപ്പർ ഹീറോസിനെ ലോകത്ത് കൊണ്ട് നടത്തുമ്പോൾ അവരുണ്ടാക്കുന്ന ഒരു കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുന്ന് ഒരു സൂപ്പർ ഹീറോ ഇവിടെ കഴിഞ്ഞ വർഷങ്ങളിൽ പുറത്തായി. ഒരു സൂപ്പർ ഹീറോ വയനാടിന്റെ കുറുക്കമ്പൂല എന്ന് പറയുന്ന പ്രദേശത്താണ് ചേച്ചി പുറത്തു വന്നത്. കുറുക്കമ്പൂലയിലെ സൂപ്പർ ഹീറോയുടെ വേഷം കൈലിമുണ്ടാണ്. കുറുക്കമ്പൂലയിലെ സൂപ്പർ ഹീറോയുടെ വേഷം ചാക്ക് കൊണ്ട് മുഖം മറച്ചിട്ടാണ്. കണ്ണടയും ഗ്ലാസും ഒന്നുമല്ല. മിന്നൽ മുരളി എന്ന് പറയുന്ന ബേസിൽ ജോസഫിന്റെ ടൊവിനോ തോമസിന്റെ സൂപ്പർ ഹീറോ കുറുക്കമ്പൂലയിലെ ചാക്ക് കൊണ്ട് മുഖം മറച്ച കൈലി കൊടുത്ത സൂപ്പർ ഹീറോ നെറ്റ്ഫ്ലിക്സിന്റെ ടോപ്പ് ചാർട്ടിൽ ലോകത്ത് ആദ്യ 4 സ്ഥാനങ്ങളിൽ വന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയാൻ നോ ലോങ്ങർ an idea, a product or your skill is geographically confined. നിങ്ങളുടെ ഒരു സ്കില്ലിനെയും ഇന്ന് ജോഗ്രഫിക്കലി കൺഫൈൻ ചെയ്ത് നിർത്താൻ കഴിയില്ല. നിങ്ങൾ നന്നായി പാടുമെങ്കിൽ, നിങ്ങൾ നന്നായി പഠിക്കുമെങ്കിൽ, നിങ്ങൾ നന്നായി വരയ്ക്കുമെങ്കിൽ, നിങ്ങൾ നന്നായി ഓടുമെങ്കിൽ, നിങ്ങൾ നന്നായി ഫുട്ബോൾ കളിക്കുമെങ്കിൽ, നിങ്ങൾ നന്നായി സംവിധാനം ചെയ്യുമെങ്കിൽ, നിങ്ങൾ നന്നായി തിരക്കഥ എഴുതുമെങ്കിൽ, നിങ്ങൾ നന്നായി സ്റ്റിച്ച് ചെയ്യുമെങ്കിൽ, നിങ്ങൾ നന്നായി ചെടി വളർത്തുമെങ്കിൽ, നിങ്ങൾ നന്നായി കുക്ക് ചെയ്യുമെങ്കിൽ, നിങ്ങൾ നന്നായി പെയിന്റ് ചെയ്യുമെങ്കിൽ, നിങ്ങൾ എന്ത് നന്നായി ചെയ്യാൻ തീരുമാനിച്ചാലും അത് ലോകത്ത് എവിടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ദിവസമുള്ള 2 GB ഡാറ്റയും 6 ഇഞ്ച് സ്ക്രീനും മതി എന്ന് പറയുമ്പോൾ വടകരയുടെ വൈബിനെ ഇനി പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നുള്ള കോൺഫിഡൻസ് ഈ സംഗമത്തിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും വരണം. ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുക, അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കുക, അതിൽ പേഴ്സണലി നിങ്ങൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിനിടയിൽ പരാജയങ്ങൾ ഉണ്ടാവാം. 2024 ഈ പറയുന്ന പിന്നെ ജൂൺ മാസം 30-ാം തീയതി നമ്മൾ ആഘോഷിക്കുന്ന വിജയം 29-ാം തീയതി രാത്രി വെസ്റ്റ് ഇൻഡീസിൽ വെച്ചിട്ട് അമേരിക്കൻ നാടുകളിൽ വെച്ചിട്ട് ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് 2011 മുതൽ 24 വരെയുള്ള 13 വർഷത്തെ പരാജയങ്ങളുടെ കഥ കൂടെ പറയാനുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. അപ്പൊ അവിടെയാണ് സെറ്റ്ബാക്കുകളിൽ തിരിച്ചു വരാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കാനാണ് വിദ്യാഭ്യാസം. അവിടെയാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം. MP പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം. ഞാൻ പറയുന്നത്, നിങ്ങൾ ഇന്നലെ കണ്ട ജസ്പ്രീത് ബുംറയുടെ ഒരു ബോൾ, ആ ബോള് അദ്ദേഹം 18ാമത്തെ ഓവർ എറിയാൻ അറിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബാറ്റ്സ്മാന്റെ സ്റ്റെമ്പും തകർത്ത് കടന്നു പോകുന്നതിനേക്കാൾ അത് കാണുമ്പോൾ കിട്ടുന്നതിനേക്കാളുള്ള ഒരു ലഹരിയും ഒരു MDMAക്കും തരാനില്ല എന്നുള്ള തിരിച്ചറിവ് ഈ സമൂഹത്തിനുണ്ടായേ പറ്റൂ. മനോഹരമായ ഒരു പാട്ട് കേൾക്കുമ്പോൾ അതിന് കാതോർക്കുമ്പോൾ ടൈലർ സ്വിഫ്റ്റിന്റെ ഒരു പാട്ടിനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ BTSന്റെ ആരാധകരുള്ള ആളുകൾ ഇതിലുണ്ടോ? BTSകാരുണ്ടോ? ഉണ്ടോ? ബ്ലാക്ക് പിങ്കിന്റെ ആരാധകരുണ്ടോ? ബ്ലാക്ക് പിങ്കിനെയും BTSനെയൊക്കെ ആരാധിക്കുന്ന ആളുകൾക്ക് മറ്റെന്തിനാണ് ഒരു ലഹരിയുടെ ആവശ്യം വരുന്നത്? ലയണൽ മെസ്സിയുടെ മനോഹരമായ ഗോളിന് വേറെ ഏത് ലഹരിയേക്കാൾ കൂടുതൽ കരുത്തുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു സ്യൂ കാണുമ്പോൾ അത് നമുക്ക് നൽകുന്ന ആവേശത്തെക്കാൾ ഏത് മദ്യത്തിലാണ്, ഏത് മയക്കുമരുന്നിലാണ് നമുക്ക് ആവേശം നൽകാൻ കഴിയുന്നത്? സോ ലെറ്റ്സ് നോട്ട് ഗോ ബിഹൈൻഡ് ദാറ്റ്. ആ
അത് നിങ്ങൾ കൂടെ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് ഞാൻ ഇവിടെ സീരിയസ് ആയിട്ട് അലർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇവിടെ വന്ന് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിരവധി മരണ വാർത്തകൾ ഞാൻ കേൾക്കേണ്ടി വന്നു. ഈ പ്രദേശങ്ങളിൽ നിന്ന് മരണ വാർത്തകൾ കേൾക്കേണ്ടി വരുന്നത് ലഹരിക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാർ മരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഞാൻ കഴിഞ്ഞ ദിവസം MLA മീറ്റിംഗിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അത് കേൾക്കേണ്ടി വന്നു. ദാറ്റ് മീൻസ് നമുക്കിടയിൽ ആരൊക്കെയോ ആ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അവരുടെ യഥാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ ഇറ്റ്സ് ടൈം ടു റീക്ലെയിം ദം. അവരെ തിരിച്ചു പിടിക്കേണ്ട സമയമാണ്. അവരെ അത് അങ്ങനെ ഇഗ്നോർ ചെയ്ത് അവരെ അങ്ങനെ ആക്കോട്ടെ അല്ലെങ്കിൽ അവർ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തള്ളിവിടുകയല്ല. ടോക്ക് ടു ദം. ഇനി നിങ്ങളുടെ ഐഡന്റിറ്റി വ്യക്തമാക്കാത്ത തരത്തിൽ ടോക്ക് ടു എ ടീച്ചർ. എന്റെ ഫ്രണ്ടിന് ഇങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെന്ന് ഒരു ടീച്ചറോട് ആരും അറിയാതെ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയി പറഞ്ഞു കൊടുക്കുന്നവനാണ് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ സൗഹൃദത്തെ നിങ്ങൾ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് ചെയ്യണം. അപ്പൊ അതിനെതിരായിട്ടുള്ള പോരാട്ടമൊക്കെയായി ഈ വേദി നമുക്ക് മാറാൻ കഴിയട്ടെ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുക. ആ കഴിവുമായിട്ട് മുന്നോട്ട് പോവുക. പ്രോത്സാഹിപ്പിക്കാൻ ഇതുപോലുള്ള വേദികൾ ഉണ്ടാവുമ്പോൾ ഗിവ് യുവർ ബെസ്റ്റ്, എക്സ്പെക്ട് ദ ബെസ്റ്റ്. ചിലപ്പോൾ തിരിച്ചടികൾ ഉണ്ടാവും. അതിനെ അതിജീവിച്ച് മുന്നോട്ട് വരാൻ കഴിയട്ടെ. നമ്മുടെ നാടിന്റെ വൈവിധ്യങ്ങളെ കാക്കുക എന്നുള്ളത് കൂടെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാരെ വെറുതെ വിടരുത് എന്നും കൂടെ ഞാൻ അഭ്യർത്ഥിക്കുക. അത് വേറൊന്നും ഉണ്ടായിട്ടല്ല. If you people have got a say, നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാവണം. നിങ്ങൾ നാളെ കൊടി പിടിച്ച് തെരുവിലിറങ്ങണമെന്നില്ല. നിങ്ങൾ നാളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നില്ല. പക്ഷെ മത്സരിക്കുകയും ജയിക്കുകയും തോക്കുകയൊക്കെ ചെയ്യുന്ന എന്നെപ്പോലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങളിലുണ്ട്. നിങ്ങളുടെ കാലിൽ അണിയുന്ന ചെരുപ്പിന്റെ നികുതി തീരുമാനിക്കുന്നത് പൊളിറ്റിക്കലി എലക്ടഡ് ഗവൺമെന്റ്സ് ആണ്. രാഷ്ട്രീയത്തിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കാനല്ല, അതിലെന്ത് സംഭവിക്കുന്നു എന്ന് ശ്രദ്ധിക്കുന്ന ഒരു യുവതയ്ക്കാണ് രാജ്യത്തെ നേർവഴിക്ക് നടത്താൻ ശ്രമിക്കുക. ജയിക്കാനും തോൽക്കാനും വേണ്ടി ജാതിയും അതൊക്കെ പറഞ്ഞ് നമ്മൾ പറയപ്പെടുന്നത്. ഈ നാടിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അതിനെല്ലാം മറികടക്കുന്ന ഒന്നാണ്. ലോകത്ത് ഇത്രയും ഭാഷ സംസാരിക്കുന്ന ഒരു രാജ്യം വേറെയില്ല. ലോകത്ത് ഇത്രയും വിശ്വാസങ്ങളും മതങ്ങളും ജാതികളും ഉപജാതികളുമുള്ള ഒരു രാജ്യം വേറെയില്ല. ലോകത്ത് ഇത്രയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുള്ള ഒരു നാട് വേറെയില്ല. ലോകത്ത് ആളുകളെ കണ്ടാൽ ഇതുപോലെ വൈവിധ്യങ്ങളുള്ള ഒരു നാട് വേറെയില്ല. ലോകത്ത് ഭക്ഷണത്തിൽ ഇത്രയധികം വ്യത്യാസങ്ങളുള്ള, ആചാരങ്ങളിൽ ഇത്രയധികം വ്യത്യാസങ്ങളുള്ള ഒരു നാട് വേറെയില്ല. ഞാൻ വടകരയിൽ വന്നപ്പോൾ ആളുകൾ പറഞ്ഞ് ആണിയുണ്ട് നോക്കണേ, ആണിയുണ്ട് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കാലുമ്പോ കുത്തി കയറുന്ന ആണിയായിരിക്കും വിചാരിച്ചിട്ട് ഞാൻ നോക്കുക. ഞാൻ നോക്കിയിട്ട് ഒരു ആണിയും കാണുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് ആണി എന്ന് പറയുന്നത് ഡ്രെയിനേജിനെയാണ്, ചാലിനെയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നു. ഒരു ഭാഷയാണ്. ഞാൻ പാലക്കാടും എനിക്ക് വടകര പറയുന്ന ഭാഷ മനസ്സിലാക്കാൻ ചില സമയത്ത് അധികം സമയം വേണ്ടി വരുന്നുണ്ട്. അതുപോലെ എൻ്റെ ഇടവലക്കാരനാണെന്ന് പറയുമ്പോൾ അതെന്ത് കാരനാണെന്ന് മനസ്സിലാവാതെ ഞാൻ ആദ്യം വന്ന ആൾക്കാരോട് ചോദിച്ചു. പിന്നെ മെല്ലെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഇത് തൊട്ടപ്പുറത്തുള്ള അല്ലെങ്കിൽ അടുത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ആളാണെന്നൊക്കെ പറയുന്നത്. അത്രയും ഡയലക്റ്റുകളുള്ള ഒരു നാട് ആ ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായിട്ട് ഇപ്പോഴും ഒരുമിച്ച് കഴിയുന്നുണ്ടെങ്കിൽ ആ ഓക്സിജന്റെ പേരാണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഭരണഘടന ഈ നാടിന്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഒന്നാണ്. ഇപ്പൊ ജാതിയും മതവും വിശ്വാസവും ഒക്കെ അവരവർക്ക് അവരുടേതുമായി മുന്നോട്ട് പോകാം. അത് മറ്റൊരാളുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അത് നമ്മളെ വേർതിരിക്കുന്ന ഒരു കാലം ഈ നാട്ടിൽ ഉണ്ടാവരുത്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേരുന്നു. ഈ വൈബ് നിലനിൽക്കട്ടെ. നാളെ ഞാൻ വടകരയുടെ MP ആണ്. എൻ്റെ മേൽവിലാസം വടകരയാണ്. ഇത് വടകരയുടെ MLA ആണ്. MLAയുടെ മേൽവിലാസം വടകരയാണ്. ഇത് വടകരയുടെ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉണ്ട്. അവിടെ വടകരയാണ് മേൽവിലാസം. ഒഞ്ചിയത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. ഒഞ്ചിയമാണ് മേൽവിലാസം. അഴിയൂരിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. അഴിയൂരാണ് മേൽവിലാസം. ഇവിടെ ഏറാമലയുടെയും അതുപോലെ തന്നെ പിന്നെ ചോറോടിന്റെയും ഒക്കെ പ്രസിഡന്റും അവർക്കൊക്കെ നാടാണ് മേൽവിലാസം. നാടിന് ഒരു മേൽവിലാസം വേണമെങ്കിൽ ഞങ്ങൾ ഉറ്റുനോക്കുന്നത് ജനപ്രതിനിധികളെയല്ല. നാടിനൊരു മേൽവിലാസം വേണമെങ്കിൽ, നാളെ വടകര അറിയപ്പെടണമെങ്കിൽ ഞങ്ങൾ ഉറ്റുനോക്കുന്നത് നിങ്ങൾ ഓരോരുത്തരെയുമാണ് എന്നുള്ളത് സ്നേഹത്തോടെ അറിയിച്ചുകൊണ്ട് പ്രിൻസ് ടൈൽസ് ആൻഡ് വീൽസ്, JT റോഡ്, വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു. വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസ്, നൈട്രജൻ ഫില്ലിംഗ്, ടയർ ഫിറ്റിംഗ്, വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ്, വെഹിക്കിൾ ഇൻഷുറൻസ്,
ഫാസ്ടാഗ്, ബ്രാൻഡഡ് ടയർസ് എന്നിവയെല്ലാം ഒരു കുട കീഴിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു. മിതമായ നിരക്ക്, മികച്ച സേവനം, കൃത്യതയും സമയനിഷ്ഠതയും പ്രദാനം ചെയ്യുന്നു. പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽസ്, ജെട്ടി റോഡ്, വടകര.